പവിഴമല്ലിയിൽ തീർത്ത അത്തപ്പൂക്കളങ്ങൾക്ക് പ്രായം 450 വയസ്സ്. കലാകാരിയുടെ പ്രായം 60-നു മേൽ. കൊല്ലം കുലശേഖരപുരം NS ജംഗ്ഷൻ ആയിക്കോമത്ത് തറവാട്ടിൽ ജയലക്ഷ്മി ടീച്ചറാണ് 450 ദിവസമായി മുടങ്ങാതെ വീട്ടിൽ അത്തപ്പൂക്കളം ഒരുക്കുന്നത്. 150 വർഷത്തോളം പഴക്കമുള്ള ആ തറവാട് ആയിക്കോമത്ത് എന്ന് പറയുന്ന നമ്മുടെ വവ്വാക്കാവ് NS ജംഗ്ഷന് സമീപത്തെ ആ ഒരു വലിയ ആ പഴയ വീട്, ആ തറവാട്, അവിടെ ജയലക്ഷ്മി ടീച്ചർ 30 വർഷത്തെ സേവനം കഴിഞ്ഞിട്ട് വിരമിച്ചതിന് ശേഷം 10 ദിവസത്തെ അത്തപ്പൂക്കളം ഇട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 450ഓളം ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും 2026 സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അധ്യാപിക, മാതൃകാ അധ്യാപിക, നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അധ്യാപിക ഇപ്പോഴും അത്തപ്പൂക്കളം ഇടുകയാണ്. അത് പുതുതലമുറയ്ക്ക് കൂടി അത് പകർന്നു കൊടുക്കുന്നതാണ് ഈ രംഗം. പവിഴമല്ലി നിറഞ്ഞ ഈ ഭൂമി സുന്ദരം. ആ ഭൂമിയിലെ ആയിക്കോമത്ത് തറവാട് അതിലും സുന്ദരം. മാതൃകാ അധ്യാപികയായ ജയലക്ഷ്മി ഓണത്തിന് അത്തം 1 തുടങ്ങിയ അത്തപ്പൂക്കളം അത്തം 10 നിർത്താതെ തുടർന്നു. അതും പവിഴമല്ലിയും മറ്റ് നാടൻ പൂക്കളും മാത്രം കൊണ്ട് തീർത്ത പൂക്കളങ്ങൾ. അടുക്കള ഭരണം ഏറ്റെടുത്ത മകൾ ഭാഗ്യലക്ഷ്മിയും മകനും അമ്മയ്ക്ക് പ്രോത്സാഹനം നൽകി. അമ്മ അതിലേക്ക് പോകട്ടെ, എക്സ്ട്രാ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാ. പെൻഷൻ ആയപ്പോഴത്തേക്ക് പിന്നെ കോഴി അങ്ങനത്തെ കുറച്ച് പുറത്തെ കാര്യങ്ങളിലേക്ക് പോയപ്പോൾ നമുക്ക് അതിനേക്കാൾ ഇഷ്ടം എഴുത്തും വായനയാണ്. അപ്പം ഞാനും ബ്രദറുണ്ട്, പുള്ളിയും കൂടെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അഭിമാനത്തോടുകൂടി പറയട്ടെ, ഞാൻ ജയലക്ഷ്മി ടീച്ചറിന്റെ മകൻ വിഷ്ണു. എന്നും രാവിലെ പൂക്കളമിട്ട് അതിലൊരു കുറിപ്പും എഴുതി ഗുഡ് മോർണിംഗ് ആയി അമ്മ അയക്കും. U3 എന്ന സംഘടന അത് ചേർത്ത് വെച്ച് അതൊരു പുസ്തകമാക്കി അമ്മയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഏകദേശം 450ഓളം പൂക്കളങ്ങൾ അമ്മയിട്ടു. ഒരുപാട് സന്തോഷം. എന്നും അതുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ടീച്ചറായ അനാൻ ജയലക്ഷ്മി ടീച്ചറുടെ പൂക്കള പരമ്പര സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകത്തോട് പങ്കുവച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അത്തം തൊട്ട് അത്തപ്പൂക്കളം ഇട്ട് തുടങ്ങിയത്. ഞാൻ 10 ദിവസമായപ്പം കറക്റ്റായിട്ട് നിർത്തി. ടീച്ചർ അത് തുടർന്നു. എന്നും ഞാൻ വന്ന് കാണുന്നതിനെക്കാട്ടി ഞങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ടീച്ചർ ഇത് വാട്സപ്പിൽ അയക്കുമായിരുന്നു, ഓരോ ചെറിയ കുറിപ്പോട് കൂടി. അത് മിക്കവാറും ആ കവിതകൾ ഞങ്ങളെടുത്ത് ബുക്കിലോട്ട് എഴുതി വെക്കുന്ന അത്രയും വ്യത്യസ്തമായി ചിന്തിപ്പിക്കുന്ന വരികളായിരുന്നു വരുന്നത്. ഇങ്ങനെ ഇത് 1 വർഷത്തോളം ഒബ്സർവ് ചെയ്തപ്പം തോന്നി ഇതൊന്ന് പുറം ലോകം അറിയണം. പലരോടും പറഞ്ഞു, ചിലതൊന്നും ക്ലിക്കായില്ല. പക്ഷേ വെട്ടുകാട് സുരേഷ് സാറിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഉടനടി പരിഹാരം ഉണ്ടാക്കി തന്നതായിരുന്നു ഈ പൂക്കളം. ജയലക്ഷ്മി ക്രിസ്മസ് ദിവസം പൂക്കൾ കൊണ്ട് കുരിശ് തീർത്ത് തന്റെ പുരോഗമനവാദത്തിൽ ഉറച്ചു നിന്നു. മോള് പറഞ്ഞു, അമ്മ ഇതങ്ങ് തുടർന്നോളൂ. അടുക്കളയിലോട്ട് അമ്മ കയറണ്ട, അമ്മയ്ക്ക് റേഡിയോ, പേപ്പർ, സാധനങ്ങളെല്ലാം അമ്മയ്ക്ക് ഇവിടെ കൊണ്ട് അടുക്കളയിൽ അടിച്ചു പുറത്താക്കി. ഒരു കണക്കിൽ അങ്ങനെയും പറയാം. അവൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പ്രായമായില്ലയോ, പല പല കാര്യങ്ങളും അടുക്കളയിൽ ചെയ്യണ്ട. എനിക്ക് എൻ്റെ സ്വസ്ഥതയ്ക്കും കൂടാണ് അവൾ കൊണ്ട് തന്നത്. ഇരുന്ന് ചെയ്തോളൂ, ഞാനെല്ലാം അവിടെ കൊണ്ടുതരാം. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത്, പ്രകൃതിയായിട്ട് ഇത്തിരി ഇഷ്ടമുള്ളത് കാര്യങ്ങളായതുകൊണ്ട് അമ്മ പൂവിടുന്നതിന് 1 മണിക്കൂർ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് നാമവും ചൊല്ലി കാര്യങ്ങളും ചെയ്ത് പേപ്പറും വായിച്ച് ഇരുന്നോളൂ എന്ന് മോള് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇട്ട് തുടങ്ങിയത്. പിന്നെ അതിന് അടിയിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു സന്ദേശം ഉൾക്കൊള്ളുന്നത് കൊടുക്കണമെന്നൊരു നിശ്ചയമുണ്ടായിരുന്നു. അങ്ങനെ പണ്ട് മുതലേ എഴുതി വെച്ചിരുന്ന കുറേ വാചകങ്ങളും പേപ്പറിൽ നിന്ന് കിട്ടുന്നതും റേഡിയോയിൽ നിന്ന് കിട്ടുന്നതും മഹാന്മാരുടെ വാചകങ്ങൾ, അതാത് ദിവസത്തെ ചില പ്രത്യേകതകളുണ്ട്. അധ്യാപക ദിനം, പിന്നെ യുദ്ധത്തിൽ ജയിച്ചവരുടെ ദിനം, അങ്ങനെ ഓരോ ദിനങ്ങളുണ്ട്. ആ ദിനങ്ങളുടെ പ്രത്യേകതകളോടുകൂടി അത് അതിനകത്ത് ഇടുന്നു വരുന്നുണ്ട്. പൂക്കളം എത്ര വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും ചിലപ്പോൾ മെനക്കെട്ടാൽ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഓരോ ദിവസങ്ങളും കവിതകൾ രചിക്കുക, സന്ദേശങ്ങൾ പറയുക, വചനങ്ങൾ അതിൻ്റെ കൂടെ കോറിയിടുന്നതിലാണ് ഏറ്റവും മഹത്തരം. ക്യാമറമാൻ അയ്യപ്പദീപിനൊപ്പം രാജ്കുമാർ.